സാറിന്റെ ക്ലാസ് കേട്ടപ്പോ തന്നെ ആ പേടിയൊക്കെ ഒരുവിധം പോയി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസ് ആണെന്ന് എനിക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടിയിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നപ്പോ അത് വെച്ചിട്ട് എനിക്ക് പോർഷൻസ് ഭയങ്കരമായിട്ട് കുറച്ച് ആവശ്യമുള്ളത് മാത്രമായിട്ട് പഠിക്കാൻ സാധിച്ചു. സെനിത്ത് അക്കാഡമിയുടെ സക്സസ് സ്റ്റോറീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കേരള PSC ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ജോത്സ്നയുടെ ഒപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയൊരു നേട്ടം നേടിയ ജോത്സ്നയ്ക്ക് ഒരു ഹ്യൂജ് കൺഗ്രാറ്റ്സ് ഞാൻ നേരുന്നു. അപ്പോൾ ജോത്സ്ന, നമ്മുടെ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും എടുക്കുന്ന ഒന്നല്ല. +2 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? മെയിൻ ആയിട്ട് ഒരു കോമഡി ആയിട്ടുള്ള റീസൺ ആണ്. അതായത് സിനിമ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ പട്ടാഭിരാമൻ പറഞ്ഞ സിനിമയില് ജയറാം ചെയ്ത റോളൊക്കെ കണ്ട് അത് ഇൻസ്പയർ ആയിട്ടാണ് എടുത്തത്. പിന്നെ രണ്ടാമത്തെ കാരണം, എനിക്ക് യൂണിഫോം പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയായിരുന്നു. ഈ സ്പെക്സ് കാരണം എനിക്ക് യൂണിഫോം പരീക്ഷകൾ ഏതും എഴുതാൻ പറ്റില്ല. അപ്പൊ ഫിസിക്കൽ ഇല്ലാണ്ട് ഈ MCS വരുന്ന കാര്യം നേരത്തെ അറിഞ്ഞുകൊണ്ട് അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതാലോ എന്നുള്ള രീതിയിൽ അപ്പൊ എനിക്കൊരു യൂണിഫോം പോസ്റ്റിലേക്ക് തന്നെ എത്താൻ സാധിക്കും. അപ്പൊ ആ കാരണം കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് തന്നെ എടുക്കാൻ കാരണമായത്. അപ്പം നമ്മുടെ സെനിത്ത് അക്കാഡമിയിലേക്ക് വന്നപ്പോൾ ജോത്സ്നയ്ക്ക് എന്തൊക്കെയാണ് പോസിറ്റീവായിട്ട് തോന്നിയത്? സ്റ്റാർട്ടിങ് തന്നെ ഡെമോ ക്ലാസ് തന്നപ്പോ തന്നെ എനിക്ക് ഏകദേശം ക്ലാസിന്റെ ലെവലൊക്കെ മനസ്സിലായി. അപ്പൊ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസ് ആണെന്ന് എനിക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടിയിരുന്നു. പിന്നെ ഓരോ ജില്ലകളുടെയും വരുന്ന ക്വസ്റ്റ്യൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ ഇന്റർവ്യൂവിന് മുന്നേ ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എനിക്ക് ഈ കെ പാർക്ക് പറഞ്ഞ വലിയ ബുക്ക് ഒരു വട്ടം കൂടെ വായിച്ചിട്ടൊക്കെ പറഞ്ഞ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു പണിയായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നപ്പോ അത് വെച്ചിട്ട് എനിക്ക് പോർഷൻസ് ഭയങ്കരമായിട്ട് കുറച്ച് ആവശ്യമുള്ളത് മാത്രമായിട്ട് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് ടൈം കുറച്ചും കൂടെ കൺസ്യൂം ചെയ്യാൻ സാധിച്ചു. നമ്മുടെ അശ്വ സാറിന്റെ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അശ്വ സാറിന്റെ ക്ലാസ് എങ്ങനെയാണ്? സാറിന്റെ ക്ലാസ് കേട്ടപ്പോ തന്നെ സാറ് അത്യാവശ്യം നല്ല രീതിയിലും എനിക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടപ്പോ തന്നെ. സാറിന്റെ ക്ലാസ് കേട്ടപ്പോ തന്നെ ആ പേടിയൊക്കെ ഒരുവിധം പോയി. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയി. ഇനിയിപ്പോ ഹെൽത്ത് സർവീസിന്റെ എക്സാം ആണ് വരാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ജോത്സ്നയ്ക്ക് ഇനിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാൻ പോകുന്ന JSC എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഒരു മോട്ടീവ് എന്ന രീതിയിൽ എന്താണ് ഒരു സ്റ്റഡി പ്ലാൻ പോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ജോത്സ്ന പ്രിപ്പയർ ചെയ്തെന്നുള്ളത്? അതായത് കെ പാർക്ക് മൊത്തം പഠിച്ചുണ്ടാക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആ പാർക്കിനെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പോർഷൻസ് കൂടുതൽ കവർ ചെയ്യാന്നാണ്. അപ്പൊ അത് വായിച്ച് നമ്മുടേതായ മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കുകയും കോഡുകൾ ഉണ്ടാക്കുകയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. വർഷങ്ങളായാലും അതുപോലെ കോഡ് രൂപേണ ഓർത്തിരിക്കാൻ പോലെയുള്ളത്. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ടേബിള് അതൊക്കെ നമ്മുടെ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കി നമ്മുടെ റൂമിൽ തന്നെ വെക്കുക. അപ്പൊ എല്ലാ ദിവസവും എനിക്ക് നോക്കുമ്പോ അത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. അപ്പം ജോത്സ്നയുടെ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ജേർണിയില് സെനിത്ത് അക്കാഡമിക്ക് ഒരു വലിയൊരു ഭാഗം വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പം ഇനിയുള്ള ഫ്യൂച്ചർ ജേർണിയിലേക്ക് ഓൾ ദ ബെസ്റ്റ് ഞാൻ നേരുന്നു. താങ്ക് യു.